Welcome back to Malabar Gold and Diamonds. Ashwamedham powered by North Republic, presented by Swayamvara Silks. അടുത്ത മത്സരാർത്ഥിയിലേക്ക് കടക്കാം. ഹലോ. ഹലോ. എന്താണ് പേര്? സിബി. സിബി. എവിടെയാണ് സ്ഥലം? അടൂർ പഴകുളം. അടൂരിലെ പഴകുളത്താണ്. ശരി. അതെ അതെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് ചെയ്യുന്നു സിബി? ഞാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. എവിടെയാണ്? വെച്ചൂച്ചിറ പോളിടെക്നിക്. വെച്ചൂച്ചിറ, റാന്നിക്കടുത്ത് വെച്ചൂച്ചിറ. വെച്ചൂച്ചിറയിൽ ഞാൻ ഏതോ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഞാനവിടെ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. പോളിയിൽ വന്നിട്ടുണ്ട്. യൂണിയൻ ഇനാഗുറേഷൻ, യൂണിയൻ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. പ്രിയങ്കരനായ ശ്രീ നമ്മുടെ രാജു എബ്രഹാം ആയിരുന്നല്ലോ MLA അല്ലേ? അതെ അതെ അതെ. രാജു വിളിച്ചിട്ടാ വന്നത്. രാജു മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോ PSC മെമ്പറായ ശ്രീ റോഷൻ ആയിരുന്നു ആ പരിപാടിയുടെ. കുറേ വർഷം മുമ്പാണ്. ശരിയാണ്. അപ്പൊ വെച്ചൂച്ചിറക്കാരനാണ് സെബി. തുടങ്ങാം. അല്ല, ഞാൻ അടൂരുകാരനാണ്. വെച്ചൂച്ചിറയിൽ ജോലി ചെയ്യുന്നു. ശരി. അടൂർ പഴകുളം സ്വദേശിയായ വെച്ചൂച്ചിറ പോളിടെക്നിക്കിൽ ജോലി ചെയ്യുന്ന സിബി എന്ന സുന്ദരനായ മഞ്ഞ പശ്ചാത്തലമുള്ള മുറിക്കകത്തിരുന്ന് ഇപ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കുന്ന സുഹൃത്തിന്റെ മനസ്സിന്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വ്യക്തിയുടെ പേര് കണ്ടുപിടിക്കുവാനുള്ള 21 ചോദ്യങ്ങളുടെ സഹായത്തോടെയുള്ള ഈ ശ്രമത്തിന്റെ ബൗദ്ധിക യാത്രയുടെ ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് സിബിയോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. യാഗം. സിബി, റെഡി? ഇന്ത്യൻ? മലയാളി? അല്ല. പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ടോ? 50 വയസ്സിന് മുകളിൽ പ്രായം? സൗത്ത് ഇന്ത്യൻ? രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ പ്രധാനം? സ്പോർട്സ്, ശാസ്ത്രം, ബിസിനസ് ഇതിലൊന്നാണോ പ്രധാനം? ഉദ്യോഗം, പ്രൊഫഷണൽ ഇതിലൊന്നാണോ പ്രധാനം? ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി. നല്ല സംഭവം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല സംഭവം വഴി പ്രശസ്തനായ ജീവിച്ചിരിക്കുന്ന ദക്ഷിണേന്ത്യക്കാരനല്ലാത്ത ഒരു ഭാരതീയനെയാണ് മനസ്സിൽ വിചാരിച്ചത്. ഇന്നുവരെ എത്തി അല്ലേ? ആ സംഭവം നടന്നത് 1980 ശേഷമാണോ? അതിനും മുൻപാണ്. 1950 ശേഷം അല്ല, അത് ആയിരിക്കുമല്ലോ. ഇപ്പൊ ജീവിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞല്ലേ? നോക്കാം. 1950 ശേഷമാണോ? അതെ. അതൊരു ആവശ്യമില്ലാത്ത ചോദ്യമായിരുന്നു. കാര്യം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ എന്തായാലും 50 ശേഷം നടന്ന സംഭവം ആകാനല്ലേ സാധ്യതയുള്ളൂ അല്ലേ? ആവണമെന്നില്ല. ചിലപ്പോൾ ജനനം 90 വയസ്സുള്ള ആളായിരിക്കാം, ജനനം വഴി നടന്ന സംഭവമായിരിക്കാം, അങ്ങനെയൊക്കെ ആവാമല്ലോ. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണമായ ആ സംഭവം ഒരു അച്ചീവ്മെന്റ്, ഒരു നേട്ടം കൈവരിച്ച ആദ്യത്തെ ആൾ എന്നതാണോ? എന്ന് പറയാമെന്നല്ല എന്റെ ചോദ്യം. എക്സാക്ട്ലി whether his importance is just because he was the first to do or first to claim or first to win something? ഔദ്യോഗിക രംഗവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സംഭവം? അല്ല. ഫസ്റ്റ് ഫീൽഡ് മാർഷൽ, ഫസ്റ്റ് ജനറൽ, ഫസ്റ്റ് ഡോക്ടർ, ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ അങ്ങനെയുള്ള സംഗതികളൊന്നും അല്ല. 16 ചോദ്യങ്ങൾ കഴിയുന്നു. രാജസൂയ. പൊളിറ്റിക്കലായ സംഭവം? പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ദ ഫസ്റ്റ് എന്ന് പറയാവുന്ന സംഭവം. 1960 ശേഷം നടന്ന സംഭവം? നോയോ? അതെ. നോ. ബിഗ് നോ. അദ്ദേഹത്തിന്റെ ആദ്യത്തേത് എന്ന് പറയാവുന്ന ആ സംഭവം
സുകുമാർ സെന്നിന്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതെ, ആണ്. അതെ. പിന്നീട് പിന്തുടരപ്പെട്ട ദശകോടി പൗരന്മാരുടെ പ്രപിതാവായി ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും മഹത്തായ അവകാശം ആദ്യമായി വിനിയോഗിച്ചയാൾ എന്ന പദവി താങ്കൾ വിചാരിച്ച ആളിന് സ്വന്തമാണോ? ആണ്. ഓ, this is a brilliant selection, my dear friend, Mr. Sibi. വളരെ നല്ല തെരഞ്ഞെടുപ്പാണ്. സിബി വിചാരിച്ചത് ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ ചോദിച്ച അവസാനത്തെ 2 ചോദ്യങ്ങളിലൂടെ പ്രേക്ഷകർക്കും ഉത്തരം എത്തിക്കാണാൻ കഴിയും. സുകുമാർ സെൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു സുകുമാർ സെൻ. സുകുമാർ സെന്നിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കാർമ്മികത്വത്തിലാണ് നമ്മുടെ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ഇനിയൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത റെക്കോർഡുകൾ പലർക്കും ബ്രേക്ക് ചെയ്യാം. പക്ഷെ ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു റെക്കോർഡാണ് ആദ്യമായി ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരത്തിന്റെ നിർണയ പ്രക്രിയയിലെ ആദ്യത്തെ കാരണക്കാരനാവുക എന്നത്. To be the first voter in the most democratic country called India. എന്റെ അവസാനത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ചത് സ്വതന്ത്ര ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യമായി തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച മനുഷ്യനെയാണ്? The first voter in India, the first doctor, ഫസ്റ്റ് ലേഡി ഡോക്ടർ ആയിരുന്നു ചോദിച്ചാൽ ഒരുപക്ഷെ കാദംബിനി ഗാംഗുലി എന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ സുകുമാർ സെൻ എന്ന് പറയാൻ കഴിയും. സ്പീക്കറിന്റെ പേര് മാവുലങ്കർ ആണെന്നും എനിക്കറിയാം. CD ദേശ്മുഖ് ആയിരുന്നു ബാങ്കിംഗ് പ്രക്രിയയിൽ ഇന്ത്യയിൽ ആദ്യമായി നേതൃത്വം വഹിച്ചയാളെന്നും പറയാം. പക്ഷെ വോട്ട് ചെയ്ത ആളിന്റെ പേര് SS നേഗിയാണ് എന്ന് ഓർമ്മിച്ചെടുക്കാൻ ഒരു അല്പം പ്രയാസപ്പെടേണ്ടി വരും. Is it SS നേഗി? ശ്യാം ചരൺ നേഗി ഹിമാചൽ പ്രദേശിലെ കൽപ്പ സ്വദേശിയും മുൻ സ്കൂൾ ഹെഡ്മാസ്റ്ററുമാണ് ശ്യാം ചരൺ നേഗി. 1951 ഒക്ടോബർ 25 നടന്ന വോട്ടെടുപ്പിൽ കൽപ്പ ബൂത്തിൽ പോളിംഗ് ഓഫീസറായിരുന്നു. തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യയുടെ ആദ്യ വോട്ടർ എന്ന സ്ഥാനം കരസ്ഥമാക്കി. ഭാരതത്തിന്റെ ആദ്യത്തെ സമ്മതിദായകൻ SS നേഗി. One of the most brilliant selections I have gone across through this segment. And Sibi, do you know one thing? താങ്കളോട് താങ്കളുടെ ഭാര്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾ വളരെ ഓണസ്റ്റായ സത്യസന്ധനായ ഒരാൾ കൂടിയാണ് സിബി. കാരണം 2017 ജീവിച്ചിരിക്കുന്ന ഒരാളാകുമ്പോൾ എന്തായാലും 50 ശേഷമാണോ എന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ, അതിനുശേഷം ആയിരിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ എന്നോട് അല്ല അങ്ങനെ ഉറപ്പിക്കണ്ട, ആ കാലത്തൊക്കെ ആവാം എന്ന് താങ്കൾ എന്നോട് പറഞ്ഞു. പക്ഷെ താങ്കൾ എന്നോട് അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ ഒരു അന്വേഷണ മനസ്സുള്ളത് കൊണ്ട് അതൊരിക്കലും അങ്ങനെ ആകില്ല എന്നായിരുന്നു എൻ്റെ മനസ്സ് കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ 60 ശേഷമാണല്ലോ എന്ന് ചോദിച്ചത്. അപ്പോൾ താങ്കൾ അല്ല എന്ന് പറയുകയും ഒരു ബിഗ് നോ എന്ന് പറയുകയും ചെയ്തു. SS Negi, the first author of India. Thank you very much, Mr. Sibi. It was a wonderful selection. നാരായൺ നാറ്റ് എന്ന ഉത്തരേന്ത്യക്കാരനുണ്ട്. അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, സർപഞ്ചായിരുന്നു, തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യാചകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് നാരായൺ നാറ്റിലൂടെയാണ് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യാചകൻ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യാചകനായിരുന്നു നാരായൺ നാറ്റ്. ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും യാചകരാണ്. കൈ നീട്ടുന്നത് ചിലപ്പോൾ ഒരിറ്റ ആഹാരത്തിന് വേണ്ടിയായിരിക്കും, മറ്റു ചിലപ്പോൾ അറിവിന് വേണ്ടിയായിരിക്കും, ഇനിയും ചിലപ്പോൾ കരുണയ്ക്ക് വേണ്ടി ആയിരിക്കും. ഞാനും കൈ നീട്ടുന്നു,
നിങ്ങളുടെ കാഴ്ചയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ശുഭരാത്രി.